ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മൂത്ത മകൻ തോർത്തുമുണ്ട് കൊണ്ട് കൊടുത്തതിൻ്റെ ആ ഒരു വേദനയിൽ അച്ഛൻ അവിടെ ഇരിക്കുവാണ്. എന്നിട്ട് അച്ഛൻ അനുഭവിച്ച ദുരിത കഥകളൊക്കെ ഇവിടെ ഇവരോട് മക്കളോടായിട്ട് പറയുക. അപ്പോൾ കുഞ്ഞുനാൾ തൊട്ട് തേഞ്ഞ ചെരുപ്പും കീറിപ്പറഞ്ഞ് തുന്നിയ ഷർട്ടൊക്കെ ഇട്ട് നടക്കുന്ന അച്ഛനെയാണെന്ന് ശ്രുതി കണ്ടതെന്നുള്ള കാര്യമൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ എന്തെന്നുള്ള രീതി നിൽക്കാം. വില കൂടിയതൊന്നും ഉപയോഗിക്കാത്തൊരച്ഛനെയല്ലേ അവൻ കണ്ടിട്ടുള്ളൂ. അച്ഛന് എന്തെങ്കിലും വാങ്ങിക്കണോ എന്ന് ചിന്തിച്ചപ്പോൾ ഈ തോർത്ത് അവൻ്റെ മനസ്സിലേക്ക് വന്നത് അതുകൊണ്ടായിരിക്കും അല്ലേടാ മോനെ എന്ന് അച്ഛൻ ഇങ്ങനെ ചോദിക്കുക. അപ്പോഴേക്ക് സച്ചിയും രേവതിയും ഭയങ്കര കരച്ചിൽ അവിടെ നിന്നേ. ചന്ദ്രമതിക്കാണെങ്കിലും ശ്രുതിക്കാണെങ്കിലും ഒരു കൂസലും ഇല്ല, ഇങ്ങനെ നിൽക്കുവാണ്. വീട്ടിലിരിക്കുന്നവൻ വില കൂടിയ ഷർട്ടും പാൻറ്റും വാച്ചും ഒക്കെ കെട്ടിയിട്ട് ഇപ്പം എന്താടാ കാര്യം അല്ലേടാ. ഈ തോർത്ത് ഇതെനിക്ക് ഉപകരിക്കും, കുളിച്ചിട്ടേ തോർത്താലോ എനിക്കെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ആ തോർത്തും കൈപ്പിടിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ അദ്ദേഹം ഇങ്ങനെ തൊണ്ട പൊട്ടുന്ന വേദനയോടെ പറയുന്നു. അപ്പോൾ അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛന് ഒരു ഷർട്ടോ അല്ലെങ്കിൽ മുണ്ടോ മേടിക്കാൻ ഇവൻ്റെ കയ്യിൽ കാശില്ല. അച്ഛന് മാസം കൊടുക്കാമെന്ന് പറഞ്ഞ് 50,000 രൂപ കൊടുക്കാനും ഇവൻ്റെ കയ്യിൽ കാശില്ല. ഇതൊക്കെ അവൻ്റെ കാശുണ്ടല്ലോ, എവിടെ നിന്നാണ് നിനക്ക് കാശ് എന്ന് സച്ചി ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി വലിയ ആൾ കളിച്ച്, സച്ചി അതൊന്നും നീ അറിയണ്ടെന്ന് പറഞ്ഞു. അങ്കിളിന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കാശ് ഉറപ്പായിട്ടും കൊടുക്കുമെന്ന് ശ്രുതി പറയുമ്പം അച്ഛാ വലിയൊരു തുക ഇവൻ ചിലവാക്കിയിട്ടുണ്ട്. അതെ, അന്ന് ഇവൻ്റെ ഷോറൂമിൽ നിന്ന് ടിവിയും ഇതൊക്കെ എടുത്തുകൊണ്ട് പോയ ടീമില്ലേ, അവർ പോലീസ് പൊക്കിയിരുന്നല്ലോ, അവരതിൻ്റെയൊക്കെ കാശ് ഇവന് കൊടുത്തിട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യം ഇങ്ങനെ നമ്മുടെ സച്ചി പറയുമ്പം എടാ അവരെനിക്ക് കാശൊന്നും തന്നിട്ടില്ല എന്നും പിന്നെ ഞാനൊരു ബിസിനസ്മാൻ അല്ലേ, എനിക്കങ്ങനെ പല വഴിയിലൂടെയും കാശ് വരുമെന്നും നിനക്കിപ്പോൾ എന്താണെന്നും സുധി ഇങ്ങനെ ചോദിക്കുക. ഇവൻ എവിടെ നിന്നായിരിക്കും കാശ് കിട്ടിയത് എന്നിങ്ങനെ സച്ചി പറയുമ്പം നീ എന്തിനാ അതിനെപ്പറ്റി ആലോചിക്കുന്നത്, നിങ്ങൾ അകത്തേക്ക് പോയിക്കോളാൻ ചന്ദ്ര, അസൂയ കാരണം വയറ് എരിഞ്ഞിരിക്കുക 2 എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര പറയുമ്പോൾ അമ്മേ ഈ സാരി ഒന്നും എടുത്ത് പുറത്തേക്ക് നിങ്ങൾ ഇറങ്ങണ്ട, ഇവനെ കടം വാങ്ങിച്ചതായിരിക്കും എന്ന് സച്ചി പറഞ്ഞു. ഇവൻ കാശ് കൊടുത്തില്ലെങ്കിലേ അവർ സാരിയോടെ നിങ്ങൾ എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലമ്മേ എന്ന് പറഞ്ഞ സുധി നിൽക്കുക. ഒരിക്കലും ഇല്ലമ്മേ എന്ന് പോടാ എന്ന് പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ നിൽക്കണു. ആ സമയത്ത് ചന്ദ്ര ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അപ്പോൾ ആ തോർത്തുമുണ്ടും പിടിച്ചുകൊണ്ട് നമ്മുടെ രവിയേട്ടൻ ഇങ്ങനെ അവിടെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്നു, കണ്ണുനീരൊക്കെ തുടച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രവിയേട്ടൻ പുറത്ത് പോയിരിക്കുക, മനസ്സ് വേദനിച്ച് ചങ്ക് പെടുന്ന വേദനയോടെ. എന്നിട്ട് ശ്രുതി പറഞ്ഞു ഓരോ കാര്യങ്ങളും ആലോചിച്ച് ഇങ്ങനെ അവിടെ ഇരുന്ന് കരയുമ്പോഴാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അച്ഛൻ്റെ ഇരിപ്പും അച്ഛൻ്റെ സങ്കടവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വന്ന് അടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനിങ്ങനെ കരയല്ലേ എന്നൊക്കെ പറഞ്ഞു. അച്ഛൻ അവനെ കാണിച്ചത് ഒരുപാട് വിഷമമായല്ലേ അച്ഛാന്ന് സച്ചി ഇങ്ങനെ അച്ഛനോട് ചോദിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ കിടന്ന് വളർന്ന മക്കളല്ലേടാ നിങ്ങളൊക്കെ എന്ന് അച്ഛൻ സച്ചിയോട് പറയുക. എന്നോളം വളർന്നു എന്ന് ബോധ്യപ്പെടുമ്പോഴും നിങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കൊച്ചു കുട്ടികൾ തന്നെയാണെന്ന കാര്യം ഇങ്ങനെ അച്ഛൻ പറയുവാണ് സച്ചിയോട്. എപ്പോഴും എൻ്റെ കയ്യിൽ തൂങ്ങി നടക്കാൻ വാശി പിടിക്കുന്ന ശ്രുതിയുടെ കുട്ടിക്കാലമാണ് എൻ്റെ മനസ്സിലിപ്പോൾ ഓടി വരുന്നതെന്ന കാര്യമൊക്കെ അച്ഛൻ ഇങ്ങനെ സച്ചിയോട് പറഞ്ഞു. അവൻ്റെ കാര്യത്തിൽ ഇപ്പം എനിക്ക് സങ്കടം ഉണ്ടടാ എന്ന് അച്ഛൻ സച്ചിയോട് പറയുവാണ്. അവൻ കർമ്മത്തിൽ എവിടെയോ പിഴച്ചതുപോലെ എന്ന് അച്ഛൻ ഇങ്ങനെ പറയുമ്പം സച്ചി ഇങ്ങനെ അച്ഛാന്നും പറഞ്ഞ് അച്ഛൻ്റെ കയ്യിലേക്ക് ചേർത്തങ്ങ് പിടിച്ചു. അപ്പോൾ ഞാനൊന്ന് തളർന്നു പോയാൽ നീ എന്നെ ചേർത്ത് പിടിക്കുമെന്ന് എനിക്കറിയാം. ഇന്നവൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ വേറെയാ, മറ്റാരോ ആയിട്ടാണ് അവൻ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് പറയുമ്പം അതൊക്കെ വിടച്ച അവനെ നന്നാക്കാൻ ആര് ശ്രമിച്ചാലും അവൻ നന്നാവത്തൊന്നുമില്ല. അത് അവൻ്റെ കുഴപ്പമായിട്ടൊന്നുമല്ല, അവൻ്റെ ജീവിതമാണ് ശരിയെന്ന് ചിന്തിക്കുന്നിടത്ത് ജീവിക്കുക അവൻ ഇന്നും അതാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നതെന്നൊക്കെ സച്ചി ഇങ്ങനെ പറഞ്ഞ് അച്ഛനെയും സമാധാനിപ്പിക്കുന്നു. ഇപ്പോൾ നമ്മളൊക്കെ ആ ഒരു സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞില്ലേ എന്നും ചോദിച്ചു. അച്ഛാ ഒഴുക്കിനനുസരിച്ച് നമ്മളങ്ങ് പോയാൽ മതിയെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിൽ പറയാം കേട്ടോ. സ്വന്തം കാര്യത്തിൽ അവൻ നിർബന്ധ ബുദ്ധി കാണിക്കുമ്പോൾ അച്ഛനൊന്ന് കണ്ണ് കിട്ടിയാൽ മാത്രം മതി, അത് മാറിക്കോളും എന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ സമാധാനിപ്പിക്കുമ്പോൾ എടാ പക്ഷേ പറ്റുന്നില്ലടാ മക്കളെ, ഞാനൊരു അച്ഛനായി പോയില്ലേടാ എന്നൊക്കെ ചോദിച്ച് സച്ചിയോട് അച്ഛൻ ഇങ്ങനെ തൻ്റെ സങ്കടങ്ങളൊക്കെ പറയുന്നു. വാർദ്ധക്യം പ്രാപിച്ച സ്വപ്നം കാണരുതെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ലല്ലോടാ, പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ എൻ്റെ മക്കള് എനിക്ക് ചുറ്റും സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നതൊക്കെ സ്വപ്നം കാണാനൊക്കെ ആഗ്രഹിച്ചുകൂടെടാ എനിക്ക്, പക്ഷേ സ്വപ്നത്തിൽ പോലും അത് വരുന്നില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ഇരുന്ന് കരയുക സച്ചിയുടെ മുന്നിൽ. മാനത്തോളം സ്വപ്നം കണ്ടാലേ അപ്പോൾ കൈക്കുമ്പളോളം ലഭിക്കുമെന്നല്ലേ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം. ഇവിടെ അതൊന്നും ഇല്ലല്ലോടാന്നും പറഞ്ഞു. അപ്പോൾ അച്ഛാ
മക്കളിൽ ആരോടാണ് സ്നേഹമെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അച്ഛൻ ഒരാളെ ചേർത്ത് പിടിക്കുമായിരിക്കും. പക്ഷേ അച്ഛൻ്റെ മനസ്സിൽ എല്ലാ മക്കളും ഒരുപോലെയാണെന്ന കാര്യം സച്ചി ഇങ്ങനെ അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അച്ഛനിങ്ങനെ നിറകണ്ണുകളോടെ ഇങ്ങനെ നോക്കുക. എടാ ദേ ഞാൻ കേട്ട ആദ്യത്തെ കരച്ചിൽ അവൻ്റെ അല്ലേടാന്ന് അച്ഛൻ ചോദിക്കുവാണ്. ഞാൻ ആദ്യമായി കണ്ട മുഖവും അവൻ്റേതല്ലേടാന്ന് ചോദിക്കുക. അവൻ്റെ ചിരി കണ്ടല്ലേടാ മക്കളെ സ്നേഹിക്കാനായിട്ട് ഞാൻ പഠിച്ചത് എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ സച്ചിയോട് ചോദിക്കണം. അതിനൊക്കെ സച്ചിക്ക് മറുപടികളില്ല. സച്ചി നിന്ന് ഭയങ്കര കരച്ചിലാട്ടോ. അപ്പോൾ വളർന്നപ്പോൾ അവൻ സ്നേഹം ഞാൻ ആഗ്രഹിച്ചതുപോലെ കിട്ടിയതേ നിന്നിൽ നിന്ന് മാത്രമാണെന്നും അത് ഞാൻ ആവോളം ആസ്വദിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും പറയുക അച്ഛൻ. പക്ഷേ എവിടെയോ ഒരു ശൂന്യത വന്നിരുന്നു എന്നും പറഞ്ഞ് അതെങ്ങനെയാ സുധിയുടെ സ്നേഹത്തോടുള്ള ഒരു ചിരിയായിരുന്നടാ എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ സച്ചിയോട് പറയുമ്പോൾ അച്ഛനിങ്ങനെ സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. സ്വപ്നങ്ങൾ കണ്ട് വളർന്നവനല്ലേ ഞാൻ. പക്ഷേ എൻ്റെ കാര്യം എങ്ങനെയായി? പിന്നെ എപ്പോഴും അതൊക്കെ മാഞ്ഞു പോയില്ലേന്ന് ചോദിച്ചു. എൻ്റെ മനസ്സിൽ എൻ്റെ അച്ഛനെയും അച്ഛമ്മയെയും മാത്രമായി സ്നേഹിക്കാൻ ഞാൻ ഒതുങ്ങിയില്ലേന്ന് ചോദിച്ചു. എനിക്ക് അമ്മയിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടില്ലല്ലോ, എനിക്ക് നീക്കിയിരിപ്പൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയാം. ഒരുപാട് ചെലവ് ചെയ്ത് ചുറ്റുമുള്ളവരുടെ ബഹുമാനം വാങ്ങിക്കാനും എന്നെക്കൊണ്ട് അറിയില്ല അച്ഛാന്നും സച്ചി പറയുവാണ്. പക്ഷേ എൻ്റെ അച്ഛനൊരു ആവശ്യം വന്നാൽ ഈ മകനുണ്ട്, അച്ഛനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ അച്ഛാന്ന് പറഞ്ഞപ്പോൾ സ്നേഹമല്ലാതെ ഈ മകൻ്റെ കയ്യിൽ ഒന്നും തരാനില്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ കരയുമ്പോൾ എൻ്റെ അച്ഛൻ കരയരുതെന്നൊക്കെ പറഞ്ഞു. എൻ്റെ അച്ഛൻ്റെ മുഖമൊന്ന് മാറി എനിക്ക് സഹിക്കില്ല എന്നൊക്കെ സച്ചി പറയുമ്പം എനിക്കറിയാടാ, എവിടെ വീണാലും നീ എന്നെ വാരിയെടുക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും ചേർത്ത് പിടിക്കുമെന്ന് എനിക്കറിയാം. 3 മക്കളും എൻ്റെ ചുറ്റിനും നിന്ന് എന്നെ ചേർത്ത് പിടിക്കുമെന്ന് ഞാൻ ചുമ്മാ അങ്ങ് സ്വപ്നം കണ്ടോളാം. പക്ഷേ നടക്കില്ലെന്ന് എനിക്കറിയാം. നീ എന്നെ ചേർത്ത് പിടിച്ചോളണം കേട്ടോ എന്നും പറഞ്ഞിങ്ങനെ അച്ഛൻ കരയുമ്പോൾ അച്ഛാന്ന് പറഞ്ഞ് സച്ചി അച്ഛൻ്റെ മടിയിലേക്ക് അങ്ങ് കിടന്ന് ഭയങ്കര കരച്ചിൽ. അങ്ങനെ സുധി എന്ന് പറയുന്നവനെക്കുറിച്ച് ചെറുപ്പകാലത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അച്ഛനും സച്ചിയും കൂടെ ചങ്കു പൊട്ടി കരയുവാണ്. അവന് വേണ്ടി ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അങ്ങനെ അതെല്ലാം പറഞ്ഞ് അച്ഛനും മോനും ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ശ്രുതി 1 lakhs ആയോ, എല്ലാം കൂടിയും 10 lakhsൻ്റെ അടുത്തായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതി പറയുക. ഇത് മാത്രം നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ വാങ്ങിച്ചെന്ന് പറഞ്ഞേ നോക്കിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ കാണിച്ചു കൊടുത്തപ്പോൾ ശ്രുതിയുടെ കയ്യിൽ എവിടുന്ന് ഇത്രയും ക്യാഷോ എന്ന് ശ്രുതി ചോദിച്ചു. അതൊക്കെ ഉണ്ട് എന്ന ശ്രുതി എവിടെ നിന്നാന്ന് പറ. അതുപിന്നെ എൻ്റെ പൊന്നു ശ്രുതി, അന്ന് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിന് നമ്മൾ അപ്ലൈ ചെയ്തിരുന്നല്ലോ, ആ കാർഡ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ക്രെഡിറ്റ് കാർഡിലാണോ വാങ്ങിച്ചോന്ന് ചോദിക്കുമ്പം അതെ, ഈ ക്യാഷൊക്കെ കൃത്യസമയത്ത് തന്നെ തിരിച്ചടയ്ക്കാൻ പറ്റുമോ എന്ന് ശ്രുതി ചോദിച്ചു. പിന്നെ തിരിച്ചടച്ചില്ലെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും കേട്ടോ എന്ന് പറഞ്ഞു. അതൊക്കെ ഈസി ആയിട്ട് അങ്ങ് തിരിച്ചടയ്ക്കാവുന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നാലും എന്താ ഞാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങിയതൊന്നും നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേന്ന് ശ്രുതിയോട് ചോദിക്കാം. എന്നോട് ദേഷ്യം വല്ലതും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഒരു ദേഷ്യം എനിക്ക് തോന്നുന്നില്ല, നെക്ലേസ് ഒക്കെ അല്ലേ വാങ്ങിയത്, അതും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ എന്ന് പറയുമ്പം കറക്റ്റ് യു ആർ കറക്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കും. പക്ഷേ ശ്രുതിക്ക് പേടിയായി. ആൻറ്റിക്ക് എന്തായാലും സന്തോഷമായിട്ടുണ്ട്. സച്ചേട്ടൻ വാങ്ങിക്കുന്ന സ്വർണം മാത്രമേ കഴുത്തിലിടുമെന്ന് രേവതി ശപഥം ചെയ്തിട്ട് കാലം എത്രയായി എന്ന് ശ്രുതിയോട് ചോദിക്കുക. താലിമാല വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം ഇന്നേ വരെ ഒരു തരി സ്വർണം പോലും സച്ചി രേവതിക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം പറയാം. പക്ഷേ ശ്രുതി എനിക്ക് വാങ്ങിച്ച് തന്നു എന്ന് പറയുമ്പം അവനെ കൊണ്ട് അതിനൊന്നും പറ്റത്തില്ലെന്നേ. അവനാര്? ഈ ഞാനാര്? ബാങ്കുകാർ ഇങ്ങോട്ട് വിളിച്ചാൽ എനിക്ക് ക്രെഡിറ്റ് കാർഡ് തന്നിരിക്കുക, പിന്നെ അവന് അങ്ങനെ കൊടുക്കുമോ? അവനും എന്നെ പോലെ സിവിൽ സ്കോറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പം അതെ, ക്രെഡിറ്റ് കാർഡ് ബില്ലൊക്കെ കറക്റ്റായിട്ട് പേ ചെയ്തോളണേ സുധി എന്ന് പറഞ്ഞു. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ലെന്നേ. ഇപ്പം നമ്മുടെ ഷോറൂം നല്ല രീതിയിൽ റൺ ചെയ്യുന്നുണ്ടല്ലോ, നമുക്ക് കുഴപ്പമില്ലാത്ത വരുമാനം ഉണ്ടല്ലോ. പിന്നെ നോക്ക്, ഇപ്പോൾ കുറേശ്ശെയായിട്ട് നമ്മുടെ ലൈഫ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഇതിനൊക്കെ കാരണം എൻ്റെ ശ്രുതിയാകട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാനോ? അതെ, നീ തന്നെ. നീ എൻ്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷമാണല്ലോ എൻ്റെ ലൈഫ് കുറച്ചുകൂടി ബ്രൈറ്റ് ആയത്. നീ കൂടെ ഉണ്ടായിരുന്നാൽ മാത്രം മതി എൻ്റെ ശ്രുതി. ഞാനിങ്ങനെ ഉയരങ്ങളിലേക്ക് കയറി അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു. ആണോ? ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു നാൾ ഞാനൊരു മൾട്ടി മില്യണർ ആകും ശ്രുതി. നീ എൻ്റെ ഭാഗ്യമാണ് ശ്രുതി, ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് തുള്ളുമ്പോൾ ശ്രുതിക്ക് ടാലൻ്റ് ഉണ്ട്, ഉറപ്പായും ശ്രുതിയുടെ ഡ്രീം അച്ചീവ് ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുക. യെസ് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ
രേവതിയുടെ അമ്മയെയും അനിയനെയും കാണിക്കുന്നത്. അപ്പോൾ കൈയൊക്കെ കൊണ്ടുവന്ന് അമ്മയെ കാണിക്കുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരത്ത് അമ്മയോട് പറയുകയാണ്, കൈ ഓക്കെ ആയെന്നൊക്കെ. ഇനി വേണ്ടാത്ത പണിക്കൊന്നും പോയേക്കരുത് കേട്ടോ എന്നൊക്കെ പറയാം. ആട്ടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളണമെന്നും പറഞ്ഞു. അമ്മ അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കാതെ അമ്മ ചേച്ചിയെ വിളിച്ചോ എന്ന് ചോദിച്ചു. അപ്പം ഇല്ല, ഞാൻ വിളിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഫോൺ എടുത്ത് രേവതിയെ വിളിക്കുക. അപ്പം ഞാൻ വിളിച്ചാൽ ചേച്ചി ഫോൺ എടുക്കുമോ, ചേച്ചിക്ക് എന്നോട് ദേഷ്യമായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ ചേച്ചിക്ക് എന്താ എൻ്റെ പിറന്നാളൊന്നും ഓർമ്മയില്ലേ, ചേച്ചി ഇങ്ങോട്ട് വിളിച്ചു പോലുമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവൾ അങ്ങനെ അതൊന്നും മറക്കത്തില്ല. അവൾ പിന്നെ തിരക്കൊക്കെ കഴിയുമ്പോൾ ഇങ്ങോട്ട് വിളിക്കാതിരിക്കുമായിരിക്കും എന്ന് പറഞ്ഞു. അമ്മ ചേച്ചിയെ വിളിച്ച് പറയാൻ പറഞ്ഞു. ചേച്ചി ഇല്ലാതെ എന്ത് ബർത്ത്ഡേ ഫംഗ്ഷൻ ആണെന്നൊക്കെ ഇങ്ങനെ മകൻ പറയാം. കേക്ക് കട്ട് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ചേച്ചിയും വേണമെന്ന് ശരത്ത് പറഞ്ഞു. ഞാനിപ്പോൾ വിളിക്കാടാന്നും പറഞ്ഞുകൊണ്ട് അമ്മ രേവതിയെ വിളിക്കുക. അപ്പോൾ സച്ചിയെ വിളിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അതിന് ശരത്തിന് പറ്റത്തില്ല, വിളിക്കണ്ടെന്ന് പറഞ്ഞു. അതെന്താ അവനെ വിളിച്ചാൽ അവൻ ഈ വീട്ടിലെ ആൾ തന്നെയല്ലേ എന്ന് ചോദിച്ചു. അമ്മ കൂടുതലൊന്നും ഇങ്ങോട്ട് പറയാൻ നിൽക്കണ്ട, അദ്ദേഹം വന്നാൽ പിന്നെ ഞാനിവിടെ നിൽക്കില്ല എന്ന് മകൻ പറയുന്നു. ചേച്ചിയോടും അത് പറഞ്ഞേക്കാം, അദ്ദേഹത്തിനെ കൂട്ടാതെ വരണമെന്ന്. അപ്പോൾ സച്ചി ഇല്ലാതെ രേവതി മാത്രം എങ്ങനെ വരാനാടാന്ന് ചോദിച്ചു. അന്നേരം അതെന്താ ചേച്ചിക്ക് ഒറ്റയ്ക്ക് വരാൻ എന്താ വഴി അറിയത്തില്ലേ എന്ന് ശരത്ത് അമ്മയോട് ചോദിക്കുക. ഞാൻ അമ്മയോട് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം എൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷന് വരുന്ന എനിക്ക് ഇഷ്ടമല്ല. അദ്ദേഹം വന്നാലേ ഞാൻ പിന്നെ ഇവിടെ നിൽക്കില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, നിങ്ങൾ എന്നാന്ന് വെച്ചാൽ ചെയ്തോളാനും പറഞ്ഞു. അതും പറഞ്ഞ് ശരത്ത് അകന്ന് കയറിപ്പോയി. ശരത്തേന്ന് വിളിച്ച അമ്മ, പക്ഷേ അവൻ കേട്ടൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ ഫോണെടുത്ത് ഇങ്ങനെ രേവതി അമ്മയെ അങ്ങോട്ടേക്ക് വിളിക്കുക. അപ്പോഴാണ് അമ്മ ചാടി കോൾ എടുത്തിട്ട് ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു എന്ന് പറഞ്ഞത്. ശരത്ത് എന്തെന്ന് ചോദിച്ചു. അവൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. ആഹാ, ഇവിടെയേ കേക്കൊക്കെ മുറിച്ച് ചെറിയൊരു ആഘോഷം നടത്തുന്നുണ്ടെന്നും നീ സച്ചിയോട് പറയണമെന്നും അമ്മ പറയുക. അവനെയും കൂട്ടി വരണം കേട്ടോ എന്ന് പറയുമ്പം ഞാൻ പറയാം അമ്മേ, എന്നാലും സച്ചിയേട്ടനെ അമ്മ തന്നെ ഒന്ന് വിളിക്കാൻ രേവതി ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോഴത്തേക്കും അമ്മയ്ക്കൊരു പേടി. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. എന്താ അമ്മ ഒന്നും മിണ്ടാത്തേന്ന് ചോദിക്കുമ്പം അത് പിന്നെ ശരത്തിൻ്റെ കൈയൊക്കെ ശരിയായി മോളെ, പക്ഷേ അവൻ്റെ തല ഇപ്പോഴും ശരിയായിട്ടില്ല എന്ന് അമ്മ പറയുക. അവൻ എന്തൊക്കെയോ ചുമ്മാ കിടന്ന് പറയുകയാണെന്ന് പറയുമ്പം അവൻ എന്തു പറഞ്ഞെന്ന് അമ്മ ഈ പറയുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ സച്ചി ഫംഗ്ഷന് വരണ്ടെന്ന്. അപ്പം സച്ചി ഫംഗ്ഷന് വരണമെന്ന് എൻ്റെ ആഗ്രഹം, പക്ഷെ അവൻ സച്ചി വന്ന് അവനിവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്നൊക്കെ അവൻ പറയുന്നത്. അപ്പോൾ അമ്മയ്ക്ക് നല്ല പേടിയാവുന്നുണ്ട് മോളെ എന്നൊക്കെ പറഞ്ഞു. അമ്മ അവന് ഫോണൊന്ന് കൊടുക്കാൻ പറഞ്ഞു. അമ്മ നേരത്തേന് അവനെ വിളിച്ചു. എന്താ അമ്മയെന്ന് ചോദിച്ചാൽ അവൻ വന്നു. രേവതിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതാണെന്നും പറഞ്ഞു ഫോൺ കൊടുത്തു, സംസാരിക്കാൻ പറഞ്ഞു. ഹലോ ചേച്ചി, അപ്പോൾ നിനക്കെന്താ സച്ചിയേട്ടൻ വരുന്നത് ഇഷ്ടമല്ലെന്ന് കേട്ടു, അത്രയ്ക്കൊക്കെ നീ വളർന്നോടാ എന്ന് രേവതി ഇങ്ങനെ ഇവനോട് ചോദിക്കുമ്പം ചേച്ചി അത് ഞാൻ എന്നാ ചെയ്തെന്നാണെന്ന് ചോദിച്ചു. ബർത്ത്ഡേ ഫംഗ്ഷന് സച്ചിയേട്ടൻ വരണ്ടാന്ന് നീ പറഞ്ഞതിൻ്റെ കാരണമാണ് ഞാൻ ചോദിക്കുന്നത് എന്നൊക്കെ രേവതി പറയാം. എന്തൊരു അഹങ്കാരമാടാ നിനക്ക്, അദ്ദേഹം വരുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഫംഗ്ഷന് ചേച്ചി മാത്രം വന്നാൽ മതി എന്ന് പറയുമ്പോൾ എടാ അദ്ദേഹം വരാത്ത ഫംഗ്ഷന് ഞാൻ മാത്രം എങ്ങനെ വരാനാണെന്ന് ചോദിച്ചു. ചേച്ചി അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചു അമ്മ. അദ്ദേഹം വന്നാലേ അതും ഇതൊക്കെ പറഞ്ഞ് ചുമ്മാ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമെന്നും അന്ന് അച്ഛൻ്റെ ആണ്ടിന് വന്നപ്പോൾ കണ്ടതല്ലേ എന്ന് ചോദിച്ചു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മളെ അപമാനിച്ചിട്ടല്ലേ അദ്ദേഹം പോയതെന്ന് ശരത്ത് ചോദിക്കാം. അന്ന് പ്രശ്നം ഉണ്ടാക്കിയത് അവനൊന്നും അല്ലല്ലോ, നടന്നത് നിനക്ക് അറിയില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തെ കാണുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ല, എൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ അദ്ദേഹം ഉണ്ടാക്കാൻ പാടില്ല, എനിക്ക് അത്രേ ഉള്ളൂ. ചേച്ചി ഉറപ്പായിട്ടും വരണം കേട്ടോ, വന്നിരിക്കണം എന്ന് ശരത്ത്. എടാ ശരത്തേ, ചേച്ചി അദ്ദേഹത്തെയും കൂട്ടി ഇവിടെ വന്നാൽ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോകും. കേക്ക് പിന്നെ നിങ്ങൾ കട്ട് ചെയ്യേണ്ടി വരും, ഫംഗ്ഷൻ നിങ്ങൾ തന്നെ അങ്ങ് നടത്തിയാലും മതി. വൈകുന്നേരം ചേച്ചി വന്നേ പറ്റുള്ളൂ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം ഇന്ന്. ആ സന്തോഷം കെടുത്തി കളയരുത്, ചേച്ചി വന്നേ പറ്റുള്ളൂ, അദ്ദേഹം കൂടെ ഉണ്ടാകാനും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഫോണും അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ പിന്നെ വിളിച്ചു. അവനെന്തേ അമ്മയെന്ന് ചോദിച്ചു. അപ്പോൾ അവനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയെന്നും അവൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ലാന്നും അമ്മ ഇങ്ങനെ രേവതിയോട് പറയുക കേട്ടോ. അവൻ പറഞ്ഞത് നീ കേട്ടില്ല, ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ അവന് സച്ചേട്ടന് ഇഷ്ടമല്ല അമ്മേ, ഒരു ശത്രുവിനെ പോലെയൊക്കെ അവൻ സച്ചേട്ടനെ കാണുന്നേ. സച്ചേട്ടൻ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ അവൻ്റെ നല്ലതിന് വേണ്ടി മാത്രമാണെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. അവന് മനസ്സിലാവാത്തതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ നേരത്തെ രേവതി അമ്മയോട് ചോദിക്കാം. ഇവർ തമ്മിലുള്ള പ്രശ്നം ഇനി എന്നാണാവോ തീരുക, ഇതിനിടയിൽ കിടന്ന് വിഷമിക്കുന്നതോ മറ്റുള്ളവരും അല്ലേ എന്നൊക്കെ ചോദിച്ച് രേവതി ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ മോളെ നീ എന്ത് തീരുമാനം എടുത്തതെന്ന് അമ്മ ചോദിച്ചു. അത് ഞാനൊന്ന് ആലോചിക്കട്ടെ അമ്മ വിഷമിക്കണ്ട, എന്തെങ്കിലും ഒരു വഴി കാണാം. എന്തായാലും ഫംഗ്ഷനൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കണമെന്ന് രേവതി അമ്മയോട് പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്ത് രേവതി ഇങ്ങനെ അവിടെ ആലോചിച്ചിരിക്കുക എന്ത് ചെയ്യണമെന്നറിയാതെ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി 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 നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.